ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയ്ക്ക് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ തുടക്കമാകും. ആണവ വിഷയത്തിനും ലെബനോണിലെ വെടിനിർത്തലിനും ചർച്ചയിൽ മുൻഗണന ഉണ്ടാകുമെന്നാണ് വിവരം അറിയുന്നത്. അന്തിമ കരാറിൽ എത്തിയില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ടോൾ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന കൊടുത്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. മധു, ഈ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചു. മാത്രമല്ല ലെബനോണിൽ വെടിവയ്പുണ്ടായി 32 പേർ മരിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോൾ നമ്മളെപ്പോലുള്ള സമാധാന കാംക്ഷികൾക്ക് വലിയ വിഷമമാണ്, സങ്കടമാണ്. കാര്യം ഗൾഫ് നാടുകളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ഉത്കണ്ഠ കൂടുതലാണ്. ഇതിൽ നിന്നൊന്ന് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അകത്താകുന്ന തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇന്നലെ പുലർച്ചെ ലെബനിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 32 പേരാണ് കൊല്ലപ്പെട്ടത്. അതോടുകൂടി ഇറാൻ ഹോർമൂസ് കടലെടുക്ക് അടച്ചതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം JD വാൻസ് ഫോക്സ് ന്യൂസുമായിട്ട് ഉള്ള അഭിമുഖത്തിൽ ഈ കടലെടുക്ക് അടച്ചിട്ടില്ല എന്ന് പറയുകയും US സൈന്യവും ഈ കടലെടുക്ക് അടച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഏതാണ്ട് 55 കപ്പലുകൾ ഇന്നലെ ഈ ഹോർമൂസ് കടലെടുക്ക് കടന്നു പോവുകയും ചെയ്തു. 17 ലക്ഷം ബാരൽ ഓയിലുമായിട്ടാണ് ഈ കപ്പലുകൾ കടന്നുപോയത്. നമുക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു വാർത്ത, 3 ഇന്ത്യൻ കപ്പലുകളും ഈ ഹോർമൂസ് കടലെടുക്ക് കടന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് 94 കപ്പൽ ജീവനക്കാരും സുരക്ഷിതമായിട്ട് ഹോർമൂസ് കടലെടുക്ക് കടന്നു പോയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് ഈ തുടർ ചർച്ചകൾ നടക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അമേരിക്കൻ പ്രതിനിധി സംഘം ഈ ചർച്ചകൾ നയിക്കുക. ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും അതുപോലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഇതിനോടകം തന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിനെ മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവരുടെ സൈനിക മേധാവി ആസിം മുനീറും മധ്യസ്ഥ ചർച്ചകൾക്കായിട്ട് എത്തിയിട്ടുണ്ട്. 60 ദിവസത്തെ തുടർ ചർച്ചകളിൽ ഈ കരാറിന് അന്തിമ രൂപം ആകണമെന്നാണ് ആദ്യത്തെ ഈ ഇടക്കാല കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അതിലെ 14 ഇനങ്ങളിലെ പ്രധാന വിഷയം ആണവായുധമാണ് അമേരിക്കയ്ക്കെങ്കിൽ ലെബനൻ വിഷയമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെബനൻ വിഷയത്തിൽ ഒരു തീരുമാനമായിട്ട് മതി ചർച്ചകൾ തുടങ്ങുകയുള്ളൂ എന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഈ 60 ദിവസം കപ്പൽ ചുങ്കം ഏർപ്പെടുത്തില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ 60 ദിവസത്തിന് ശേഷം ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അമേരിക്കൻ സൈന്യം അവിടെ തുടരാൻ സാധ്യതയുണ്ട്. ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കാവൽ മാലാഖയായിട്ട് അമേരിക്കൻ സൈന്യം അവിടെ ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. SK. താങ്ക് യു മധു കൊട്ടാരക്കര. ഹോർമൂസ് കടലിലേക്ക് തുറക്കട്ടെ, സമാധാനത്തിൻ്റെ പുഴ ഒഴുകട്ടെ, നമുക്കതേ പറയാനുള്ളൂ ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.